Yes, another single option correct question ആണ്. One of the simplest question among all എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വെർനിയർ കാലിപ്പേഴ്സിന്റെ ക്വസ്റ്റൻ ആണ്. ഫിഗർ 1 ഷോസ് ദ കോൺഫിഗറേഷൻ ഓഫ് മെയിൻ സ്കെയിൽ ആൻഡ് വെർനിയർ സ്കെയിൽ ബിഫോർ മെഷർമെന്റ്. ഓക്കെ, അപ്പോൾ ബിഫോർ മെഷർമെന്റിൽ 0 എറർ ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ 1 2 3 4 5 6 7 8 9 10 ഡിവിഷൻസ് ഇവിടെ ഉണ്ട്. അതിവിടെ 7 ഡിവിഷൻ ആയിട്ടാണ് മാച്ച് ആവുന്നത്. അപ്പോൾ അതിപ്പോൾ തന്നെ നമുക്ക് എഴുതാം. ആദ്യം 1 MSD എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മില്ലിമീറ്റർ. കാരണം 10 ഡിവിഷൻസ് കൂടിയപ്പോൾ 1 സെൻറ്റിമീറ്റർ ആണ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ 7 MSD ഈക്വൽ ടു 10 VSD ആണ്. 10 VSD. Therefore, what you can write? 1 VSD is equal to 7/10 millimeter ആണ്. That is equal to 0.7 millimeter എന്ന് നമുക്ക് കിട്ടി. അതിൽ നിന്ന് നമുക്ക് ലീസ്റ്റ് കൗണ്ട് ഇപ്പം തന്നെ കണ്ടെത്താം. ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.7 millimeter. That is equal to 0.3 millimeter. 0.3 millimeter. And what you are supposed to find the diameter of the tube. The measured value of D is. അതായത് സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഫിഗറിൽ അപ്പോൾ ഡയമീറ്റർ ആണ് ചോദ്യം. ഡയമീറ്റർ ഡി ഈസ് ഈക്വൽ ടു MSR അല്ലേ, MSR പ്ലസ് VSR ഇൻറ്റു LC ആണ്. VSR ഇൻറ്റു LC. MSR ഇവിടെ എത്ര? ഇവിടെ പുറത്തുള്ളത് 1 മില്ലിമീറ്റർ പ്ലസ് കോയിൻസൈഡിങ് ഏതാണ്? ഇത് ആൾമോസ്റ്റ് കോയിൻസൈഡിങ് ആണ്, വേറെ ഏതും ബെസ്റ്റ് ഇല്ല. അപ്പോൾ ഇത് തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ 0 കഴിഞ്ഞിട്ട് ഇത് എത്രയാണ്? ഇത് 2 അല്ല, ഇത് 1 ആണ്. 0 1 2 എന്നാണ്. അപ്പോൾ ദിസ് ഈസ് 1. VSR ഈസ് 1. ദെർഫോർ 0.3 ഇൻറ്റു 1 അത്രയും മില്ലിമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.3 millimeter is the right answer. സെന്റിമീറ്ററിലാണ് തന്നത്. Therefore 0.13 centimeter is correct. Option C is correct. Option C.